ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്കായി ബോബി ആൻഡ് മഡോണ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മറഡോണ. സംഗീത സാഗരത്തിലെ ഓരോ മുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് നമ്മുടെ കുട്ടിക്കുപ്പായം സീസൺ 2. ഈ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുട്ടിക്കുപ്പായം സീസൺ 2 ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മാപ്പിളപ്പാട്ടിന്റെ സ്വന്തം കലാകാരൻ എരഞ്ഞോളി മൂസ, നമ്മുടെ മൂസക്ക, നമ്മുടെ കുട്ടിക്കുപ്പായത്തിന്റെ മാത്രം സ്വന്തം രംല ബീഗം. മാപ്പിളപ്പാട്ട് മഹാകവികളിൽ മഹാകവി OM കരിവാരക്കുണ്ട്. ആദ്യ റൗണ്ട് ചരിത്രം റൗണ്ടാണ്. ചരിത്രത്തിന്റെ മുഹൂർത്തങ്ങൾക്കായി നമുക്കൊപ്പം ചേരുന്നു ഷമീൻ. തകർത്ത് പാടാൻ തയ്യാറായി വന്നതുപോലെ ഉണ്ട് ലുക്കില്. അതുപോലെ പാടുവോ? ഷുവർ. അപ്പൊ അതുപോലെ പാടാ. ബെസ്റ്റ് ഓഫ് ലക്ക്.
പതറാതെ ഉലയാതെ നിന്റെ മുമ്പളിയമ്പിര അമ്പുട സംഘം ഹക്കണി എണ്ടും വിണ്ടിട്ട് മലച്ചെല്ലം കിടുക്കിട്ട് പുലി ഹംസ പൊരുതിട്ട് ബീർതമണ്ടും ശൂരിതമണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്കും കീർത്തി വെച്ചവരാ വീരക്കരു ഹംസ പടകൊടു സിംഗം പമ്പിലൊരുങ്കും അംഗം വിരംഗം പുരം ഹരി പൊരുതുവതാം പരനൂട്ട് ഉദവിയും അരുളു സദാ കടലമ കണ്ടും പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മത്ര മക്കള പാലെ വണ്ണം പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മത്ര മക്കള പാലെ വണ്ണം വിരുദോടെ കല്ലണി ചില്ലണി പാടങ്കമ്മെ പിടിത്തിടും പിസ ഉഹുദാ ശിരുകമേ പാരം നിറൈന്തൊരു രണക്കുറശതലാഹിറാകിടലായി കൊടുന്നര കണ്ടും ഇബിനൊരുവനാം ഇസ്മ സഭ കണ്ടും മുഷിരറിന്തലിലാരികതിരിടുവാൻ തിറ്റീന മാറ്റാരെ പാറ്റിയിടും മൂറ്റം എമ്പിട വമ്പനിലുത്തിര ഹംസാവൻ മതമെന്തിന് ഇകലികലാം മലച്ചെല്ലം കിടുക്കിട്ട് പുലി ഹംസ പൊരുതിട്ട് ബീർതമണ്ടും ശൂരിതമണ്ടും പോരൊരുങ്ങി മണ്ഡലമെങ്കും കീർത്തി വെച്ചവരാ വീരക്കരു ഹംസ പടകൊടു സിംഗം പമ്പിലൊരുങ്കും അംഗം വിരംഗം പുരം ഹരി പൊരുതുവതാം പരനൂട്ട് ഉദവിയും അരുളു സദാ കണ്ണമ കണ്ടും പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മക്കള മക്കള പോലെ വണ്ണം പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മക്കള മക്കള പോലെ വണ്ണം വിരുദോടെ കല്ലടി ചില്ലടി പാടം കൊമ്മെ പിടിത്തിടും സൗഹൃദാ വീരക്കരു ഹംസ പടകൊടു സിംഗം വമ്പിലൊരുങ്കും അംഗം വിരംഗം പുരം ഹരി പൊരുതുവതാം പരനൂട്ട് ഉദവിയും അരുളു സദാ കണ്ണമ കണ്ടും പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മക്കള പോലെ വണ്ണം പാണ്ടി രണ്ടത ഉണ്ടിരികൈമല കണ്ടും വാശി വിണ്ടിട്ടും മക്കള പോലെ വണ്ണം വിരുദോടെ കല്ലടി ചില്ലടി പാടം കൊമ്മെ പിടിത്തിടും സൗഹൃദാ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മറഡോണ. ഇനിയൊരു ചിന്ന ബ്രേക്ക് ആയാൽ എന്താ? യെസ്, ഹിയർ വി ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഓൺ കുട്ടിക്കുപ്പായം സീസൺ 2. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുട്ടിക്കുപ്പായം സീസൺ 2. ഷമീം ചേച്ചി, ചരിത്രത്തിന്റെ മുഹൂർത്തങ്ങൾ ഇങ്ങനെ കത്തിജ്വലിക്കുന്നത് പോലെയായിരുന്നു പെർഫോമൻസ്. അതോടൊപ്പം നമ്മുടെ ഓർക്കസ്ട്ര കൂടി ചേർന്നതോടെ തകർത്ത് പെർഫോം ചെയ്തു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കമന്റ്സ് അറിയാം. മൂസക്ക, ഷമീമ എന്ത് ഭംഗിയായിട്ട് ഇയാൾ പാടിയത്, വളരെ ഗംഭീരമായിട്ട് പാടി. ഞാൻ നേരത്തെ പറഞ്ഞു കുറേ വർഷമായിട്ട് പാടി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരം പാട്ടൊന്നും എനിക്ക് പഠിച്ച് പാടാൻ പറ്റില്ല. എല്ലാവരും തോപ്പിച്ച് കളിച്ചേട്ട അസാധ്യമായിട്ട് പാടിയ മോൾ. പിന്നെ ഈ പാട്ട് നേരത്തെ ഈ തരം പാട്ടുകൾ നമ്മൾ മോയിൻകുട്ടി വതിര പാട്ടുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പല പാട്ടെഴുത്തുകാരെ പാട്ട് ഈ തരമുള്ള പാട്ടുകൾ ഇത്രയും വലിയ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള ഈ പാട്ടുകൾ ഈ തരത്തിൽ എഴുതിയ പാട്ട് സത്യത്തിൽ ഞാൻ കേട്ടില്ല. ഇത് ആരെയും സുഖപ്പെടുത്താനല്ല, ആരെയും വളരെ മേലെ കയറ്റി പറയുന്നതല്ല. മാപ്പിളപ്പാട്ടിൽ ഇത്രയും ഈ തരത്തിൽ പാട്ടെഴുതിയാൽ അതാണ് പാട്ട് എന്ന് ഒരു തെളിയിച്ച പാട്ടാണ് ഇപ്പോൾ ഇയാൾ പാടിയിട്ടുള്ളത്. ഈ പാട്ട് എഴുതിയത് ആരാന്ന് പറയാൻ പറ്റുമോ? ആരാണ്? OM കരുവാരക്കുണ്ട്. OM കരുവാരക്കുണ്ട് ഈ തരം ചരിത്രത്തിലുള്ള ധാരാളം പാട്ട് ഈ തരത്തിലുള്ള
മോയിൻകുട്ടി ബദർ എഴുതിയതിൻ്റെ ഏകദേശം അവരും അവരുടെ സമകാലികരും എഴുതിയ ഏകദേശം ആ തരത്തിൽ ഒപ്പിച്ചിട്ടുള്ള പാട്ടുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ OM-നെ തൊട്ടടുത്ത് ഇരുത്തിയും കൊണ്ട് ഞാൻ പറയാണ്, ഈ പറയുന്ന മഹാകവിയെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ മാപ്പിളപ്പാട്ടിന് ഭയങ്കരമായ മോയിൻകുട്ടി ബദർ പാട്ട് മാത്രം എടുത്തിട്ട് ഈ തരം പാട്ടുകൾ പാടുന്നതായിട്ട് ഒരു യോഗം നമുക്ക് വരുമായിരുന്നു. ഈ തരത്തിലുള്ള മഹാന്മാരുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഈ തരത്തിലുള്ള പാട്ടുകൾ പാടാനും അത് ആസ്വദിക്കാനും സാധിക്കുന്നത് OM-നെ പോലുള്ള പാട്ട് എഴുത്തുകാരുള്ളതുകൊണ്ട്. താങ്ക് യു മൂസക്ക. റംലത്ത. ഷമീം അപാരമായിട്ട് പാടിയിട്ടോ, നന്നായിരുന്നു. OM എനിക്ക് കുറെ എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു 100 കാസറ്റിനുള്ള കഥാപ്രസംഗം എഴുതി തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ മൂപ്പരെ കുറിച്ചുള്ള അഭിപ്രായം മൂസക്ക പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഇത്രയും വലിയൊരു മഹാന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ ധൈര്യമുണ്ടായതിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപാരമായി പാടി എന്ന് തന്നെ പറയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റംലത്ത. OM മാഷ്. ആദ്യമായിട്ട് ഇവർ രണ്ടാളും പറഞ്ഞ നല്ല വാക്കിന് നന്ദിയുണ്ട്. മോനെ നന്നായിട്ട് പാടി. പാട്ടിന്റെ അതിന്റെ ആ ചടുലത കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മൂസാക്ക പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റംബോ കൂട്ടി പാടരുത്, അത് ഇതുപോലുള്ള ചരിത്രങ്ങൾ മനസ്സിലാകാതിരിക്കുന്നു. അത് കേട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഷമീം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റംബോ ഒക്കെ വളരെ കറക്റ്റ് ആക്കിയത് കൊണ്ട് എന്താണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതുപോലെ തന്നെ ഈ വാക്കുകളൊക്കെ വളരെ കൃത്യമായി പഠിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ഷമീം ഇനി പഠിക്കാതെ കുറച്ചും മടിയനാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു തെറ്റ്, ഒറ്റ തെറ്റ് പറയണ്ട കേട്ടോ. അമ്മ് എന്ന് പറഞ്ഞാൽ കളാപ്പ, അത് ആയിനാണ്. അറബി എടുക്കണ്ടല്ലോ അല്ലേ? ആയിനാണ് അമ്മ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അമ്മല്ല അമ്മാണ് കേട്ടോ. ഹമ്മ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരും. അപ്പൊ ഈ അറബി അക്ഷരമാകുമ്പോൾ അയിന് ഒയിന്, അതായത് ഒരു ഡോട്ട് പോയാൽ, ഒരു പുള്ളി പോയാൽ അവിടെ സംഗതി മാറിപ്പോകും. അതും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ അത്രയും മൈനോട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഈ അറബി മലയാളത്തിലെ പാട്ടുകളായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന്റെ 99% ശരിയാക്കിയിട്ടുണ്ട്. ശരിയാക്കാത്തൊരു ഭാഗമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. ഷമീം, ഇനി എന്താണ് വേണ്ടത്? അതെ, മാർക്ക് വേണം. OM മാഷ്. ഞാന് കൂടുതലൊന്നും കൊടുക്കില്ല, 15 മാർക്ക്. 15 out of 20. മൂസക്ക. ഞാൻ 40-ൽ 33 മാർക്ക്. 33 out of 40. റംലത്ത. ഞാനും കൊടുക്കുന്നു 40-ല് 34 മാർക്ക്. 34 out of 40. ഷമീം 82 out of 100. നല്ല സ്കോർ തന്നെയാണ്. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പോകില്ലേ? നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ലതുപോലെ പെർഫോം ചെയ്യുക. ഓക്കെ, ബെസ്റ്റ്.